പെരും മഴപ്പെയ്ത്തിൽ പ്രളയത്തിൽ അങ്ങനെ മുങ്ങി ആണ്ട് നിൽക്കുകയാണ് കേരളത്തിലെ ചില പ്രദേശങ്ങൾ. വളരെ ശക്തമായ പ്രളയത്തിലും മഴപ്പെയ്ത്തിലും ഈരാറ്റുപേട്ടയിലെ ജനവിഭാഗങ്ങൾ അവരുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കത്തിനാണ് യഥാർത്ഥത്തിൽ സാക്ഷിയായത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈരാറ്റുപേട്ടയിലെ മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് വി പി നാസർ, വിസ്റ്റം യൂത്തിൻ്റെ അവിടുത്തെ ഭാരവാഹികൾ, വിസ്റ്റം ഓർഗനൈസേഷൻ്റെ ഭാരവാഹികൾ, ഞങ്ങളുടെ റെസ്ക്യൂ ചുമതലയുള്ള ആളുകൾ ഒക്കെ ഉൾപ്പെട്ട ഒരു സംഭാഷണം, ഒരു കോൺവെർസേഷൻ ഇന്ന് രാവിലെ പീസ് റേഡിയോ മോർണിംഗ് ലൈവിൽ അവർ കൊണ്ടുവന്ന് ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ്റെ ഒരു വാക്കൊരു വല്ലാത്ത വാക്കാണ്. നമുക്കതൊന്ന് കേട്ടുവരാം. അങ്ങനെ ഒരു സൗഹൃദം ഈ നാട്ടിലുണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു കിണറ്റിൽ 20 അല്ല, എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു കിണറ്റിൽ 140 മോട്ടോർ വെച്ചിരിക്കുന്ന കിണർ പറയുന്നത്. ഇപ്പൊ ഞാൻ തന്നെ മുനിസിപ്പൽ ചെയർമാനാണ്. എൻ്റെ വീട്ടിലെ കോമ്പൗണ്ടിൽ ഇരിക്കുന്ന കിണറിൽ നിന്നും 8 പേരാണ് മോട്ടോർ വെച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ഒരു കിണറ്റിൽ 100 പമ്പ് സെറ്റ് വരെ വെക്കണ വിധം ആളുകൾ അത്ര മിങ്കിൾ ചെയ്ത് അത്രത്തോളം ചേർന്ന് ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ അവിടെ സന്ദർശിച്ചതിന് ശേഷം ഞങ്ങളുടെ ഒരു സംഘടനാ റിപ്പോർട്ടിങ്ങിനിടയിൽ പറയണ്ടായി, 20, 15, 30, 40 ഒക്കെ മോട്ടോറുകളാണ് ഓരോ കിണറ്റിലേക്ക് വെച്ചിട്ടുള്ളത്. അഥവാ ഓരോ വീടിനും ഓരോ കിണർ എന്നുള്ളതല്ല, പൊതുവെ വെള്ളമുള്ള കിണറുകളിൽ പോയി പമ്പ് വെച്ച് അതിൽ നിന്ന് വെള്ളം എടുക്കുക എന്നുള്ളതാണ് എല്ലാവരും സ്വീകരിക്കുന്നൊരു കാര്യം എന്നാണ്. ശരിക്കും എനിക്കത് ഫീൽ ചെയ്തത് അത്രയും വലിയൊരു ചേർന്ന് നിൽക്കലിൻ്റെ, ഈ കിണറുകൾ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ, വെള്ളം ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അത്രയും വലിയൊരു ചേർന്ന് നിൽക്കലിൻ്റെ ഒരു വലിയ സന്ദേശം അതിലുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ മോട്ടോർ പമ്പ് സെറ്റുകൾ ക്ലീനാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രധാനമാണ്. കാരണം വീടൊക്കെ ഫുള്ള് ക്ലീനായി, എല്ലാം വീട്ടുപകരണങ്ങളൊക്കെ എങ്ങനെയൊക്കെയോ റീഇൻസ്റ്റാളായി എന്നൊക്കെ വിചാരിക്കുക, എല്ലാം തിരിച്ചു കൊണ്ടുവന്നു. പക്ഷെ വെള്ളം, കിണറുകളൊക്കെ ക്ലീനിങ് നടക്കുന്നുണ്ട്. അവരവരുടെ മോട്ടോർ പമ്പ് സെറ്റുകൾ ക്ലീനായിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് വെള്ളം എത്തൂല. അവരുടെ പ്രാഥമിക ആവശ്യം മുതൽ അവരുടെ ഭക്ഷണവും കുടിവെള്ളം അടക്കം പ്രശ്നത്തിലായിരിക്കും. അപ്പം നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ വിസ്റ്റം യൂത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ 2-3 ദിവസങ്ങളായിട്ട് ഈ ഒരു പമ്പ് സെറ്റ്, മോട്ടോർ പമ്പ് ശരിയാക്കി കൊടുക്കണ മിക്സി, അങ്ങനത്തെ ഒരു ഇലക്ട്രോണിക് വർക്ക്ഷോപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ആളുകൾ വലിയ രീതിയിൽ അതോട് സഹകരിച്ചിട്ടുണ്ട്. ഇനിയും സഹകരിക്കാവുന്ന ആളുകൾക്ക് അതിലിടപെടാൻ കഴിയും. ഞാൻ അത് പറയാൻ വേണ്ടി അല്ല ഇവിടെ വന്നത്, മറിച്ച് ആ ഒരു ജനതയുടെ ചേർന്ന് നിൽക്കൽ വലിയൊരു സംഭവമായിട്ട് എനിക്ക് വ്യക്തിപരമായി ഫീൽ ചെയ്യാണ്. തീർച്ചയായും നമുക്ക് അവർക്ക് ഹൃദയത്തിൽ നിന്നൊരു സല്യൂട്ട് കൊടുക്കാം. അതോടൊപ്പം അവിടുത്തെ ഇഷ്യൂസ് ഒന്നും പൊതുവെ വാർത്തയായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെയുള്ള വളരെ ആഴമുള്ള പ്രശ്നങ്ങളുണ്ട്. ഇൻഷുറൻസ് ഇന്നലെ കഴിഞ്ഞു, ഇന്ന് വെള്ളം കയറി, അങ്ങനത്തെ അനുഭവങ്ങളുണ്ട്. എൻ്റെ ഒരു മതപരമായ സൈഡല്ല ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ ഒരു 4 ദിവസം മുമ്പ് കട ഉദ്ഘാടനം ചെയ്തു, 4ാമത്തെ ദിവസം വെള്ളം കയറി, മൊത്തം പോയി. ലക്ഷങ്ങളുടെ നഷ്ടമാണ്. കച്ചവടക്കാർക്കാണ് ഏറ്റവും വലിയ നഷ്ടങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പെട്ടെന്ന് അവർ സാമൂഹ്യ കിച്ചൺ ഒരുക്കുന്നു, പിന്നെ എല്ലാവർക്കുമുള്ള ഫുഡ് അവർ പ്രിപ്പയർ ചെയ്യുന്നു. ഒരു വലിയ ഇടപെടൽ എനിക്കവിടെ തോന്നി. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് ഇതിൻ്റെ ആഘാതം ഭയങ്കര കുറവാണ്. അതുകൊണ്ട് അവർ പരാതിക്കാരായും പ്രശ്നക്കാരായും വന്നിട്ടില്ല. പക്ഷേ സിസ്റ്റം അവരെ കണ്ടേ പറ്റുള്ളൂ. സിസ്റ്റം അവരെ കാണണം, അവർക്ക് വേണ്ടത് നിർവഹിച്ചു കൊടുക്കണം. ഈ വി പി നാസർ സാഹിബിൻ്റെ വളരെ കുറഞ്ഞ സമയം അദ്ദേഹം ഡിസ്കഷനിൽ പങ്കെടുത്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ മറ്റൊരു പ്രയോഗമുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ഉദാഹരണമായി ഇപ്പോൾ എടുത്ത് കാണിക്കപ്പെടുന്നത് ഇവിടെ ക്യാമ്പുകളിലേക്ക് ആളുകൾ ചെന്നില്ല എന്നുള്ളതാണ്. അതായത് ജില്ലാ കളക്ടർ എന്നെ പലതവണ വിളിച്ചു, ഈരാറ്റുപേട്ടയിൽ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ ഇവിടെ തൊട്ട് അയൽവാസികള്, ബന്ധുക്കളുടെ വീടുകളിലേക്കാണ് എല്ലാവരും മാറി താമസം. ആരും ക്യാമ്പുകളിലേക്ക് മാറിപ്പോകാൻ തയ്യാറായില്ല. അങ്ങനെ ഒരു സൗഹൃദം ഈ നാട്ടിലുണ്ട്. അഥവാ ക്യാമ്പ് തുറന്നിട്ടില്ലാന്ന്, ക്യാമ്പിലേക്ക് വിളിക്കേണ്ടതില്ല. കാരണം അയൽപ്പക്കക്കാരും കുടുംബക്കാരും ബന്ധുക്കളൊക്കെ അവർ ഏറ്റെടുത്തു. എന്തു മനോഹരാണ് അല്ലേ, എന്തു മനോഹരാണ്. എവിടെയൊക്കെ ക്യാമ്പുണ്ടെങ്കിലും ആ ക്യാമ്പുകൾ ഉള്ള പ്രദേശങ്ങളിലൊക്കെ ഇതിന് സാധ്യതയുണ്ട്. വെള്ളം കയറാത്ത ഏരിയകളിൽ അവർക്ക് ബന്ധുക്കളും കുടുംബങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. ഇത് അവർ, ആ ജനത അത്രയും ചേർന്ന് നിന്ന് കാര്യങ്ങൾ നിർവഹിച്ചു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. വിസ്റ്റം യൂത്തിൻ്റെ ഡയലോഗ് പ്രോഗ്രാമിന് വേണ്ടി 2-3 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോർണിംഗിൽ അവിടുത്തെ ആ ഒരു സമൂഹത്തെയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ എടുക്കുന്ന കുറച്ച് സ്ട്രാറ്റജികളുണ്ട്. രാവിലെ അവിടുത്തെ ചായക്കടകളിലൊക്കെ പോയി ചായ കുടിക്കാനിരുന്ന അനുഭവമൊക്കെ സുഹൃത്തുക്കൾ പറയണ്ടായി. അത്രയും ചേർന്ന് നിൽക്കുന്ന, കാര്യങ്ങളെ മനസ്സിലാക്കുന്ന, ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമായി അവരെ നമുക്ക് തോന്നുകയാണ്. ഈ നമ്മളുടെ തോന്നലിലധികം കാര്യങ്ങൾ ഉണ്ടാകട്ടെ എന്നും
ഈ ഒരു 2026 പ്രളയം അവരുടെ ഓർമ്മകളെ വേട്ടയാടിക്കൊണ്ടേ ഇരിക്കാൻ സാധ്യതയുള്ള ആ ഒരു പ്രളയത്തിലും അവർക്ക് സന്തോഷിക്കാനുള്ള വകകൾ ഉണ്ടാകട്ടെ, അവർ റീബിൽഡ് ചെയ്യപ്പെടട്ടെ എന്നതും ഞാൻ ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകം ആശംസിക്കുകയാണ്. റാന്നി, കോന്നി പോലെയുള്ള പത്തനംതിട്ടയിലെ പ്രദേശങ്ങൾ, ആലപ്പുഴയിലെ പ്രദേശങ്ങൾ, അവിടെയൊക്കെ ഇത്ര ഇഷ്യൂസ് ഉണ്ട്. അതിനെ ഞാൻ നിരാകരിക്കണില്ല. ഈ ഒരു ഏരിയ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള കാരണം അവിടെയൊക്കെ നല്ല മീഡിയ ഡിസ്കഷനിൽ അത് വന്നിട്ടുണ്ട്. ഈ ഏരിയ പൊതുവെ മീഡിയ ഡിസ്കഷനിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഇതുകൂടി ആ ഒരു മീഡിയ ചർച്ചകളിലൊക്കെ വരണം. ഇന്നലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റ് ബ്രീഫിങ്ങിൽ ഇവിടുത്തെ കാര്യം പ്രത്യേകം എടുത്തു പറയുന്നത് കേട്ടു. എന്തായാലും നമുക്ക് ഈ ഇഷ്യൂ അനുഭവിക്കുന്ന, കേരളത്തിൽ പ്രളയത്തിൻ്റെ പ്രതിസന്ധി അനുഭവിക്കുന്ന മുഴുവൻ ഇടങ്ങളിലും നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ റോള് നിർവഹിക്കണം. പ്രളയജലം ഇറങ്ങുകയും അവർ ജീവിച്ചു തുടങ്ങുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ മാനസിക ആഘാതത്തിലേക്ക് അവരെത്തുന്നത്. രക്ഷപ്പെട്ടല്ലോ എന്നുള്ള ഫീലിംഗ് ആയിരിക്കും അവർക്ക് ഈ മണിക്കൂറുകളിലൊക്കെ ഉണ്ടാവുക. ഇനി പൊതുവേ എല്ലാം ഇങ്ങനെ ഒന്ന് ശാന്തമായി നഷ്ടക്കണക്കുകൾ ഓരോന്നിങ്ങനെ ഫീൽ ചെയ്ത് തുടങ്ങണേ ഉണ്ടാവുള്ളൂ. അത് പോയി ഇത് പോയി എന്നൊക്കെ അങ്ങനെ മനസ്സിലാക്കണേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു തരം വല്ലാത്ത മാനസികാവസ്ഥ വരെ വേട്ടയാടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല. അതുകൊണ്ട് അടുപ്പങ്ങളും ബന്ധങ്ങളുമൊക്കെ ഉപകാരപ്പെടേണ്ടത് പ്രതിസന്ധികൾ അനുഭവിക്കുമ്പോൾ അരികത്തുണ്ടായും ചേർന്ന് നിന്നും ചേർത്ത് നിർത്തിയും കോർത്തു പിടിച്ചും പകർന്നു നൽകിയുമൊക്കെയാണ്. അത് യഥാർത്ഥത്തിൽ നമുക്ക് കഴിയണം എന്ന് ഈ ഘട്ടത്തിൽ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും നമ്മളും നമ്മുടെ ടീം വർക്കും ഒക്കെ എല്ലാ ഘട്ടങ്ങളിലും കൂടെ ഉണ്ടാകും എന്ന് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.